എം ടി വാസുദേവൻ നായരുമായി ഏറ്റവും അധികം അടുപ്പമുള്ള വ്യക്തിബന്ധമുള്ള മലയാളത്തിൽ ചലച്ചിത്ര നിരൂപണത്തിന് ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിലേക്ക് കൊണ്ടുവന്ന MC രാജനാരായണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ MC രാജനാരായണൻ, MT വാസുദേവൻ നായരുമായി താങ്കൾക്കുള്ള ഒരു അടുപ്പവും സ്നേഹബന്ധവും എങ്ങനെയായിരുന്നു? എത്രത്തോളം അത് നീണ്ടു നിന്നു? വർഷങ്ങളുടെ അടുപ്പം MT ആയിട്ടുണ്ടായിരുന്നു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു എനിക്ക് MT. ഓർത്തെടുക്കാൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, പക്ഷേ ഇതതിനെ പറ്റിയൊരു അവസരമല്ല. നമ്മൾ നേരത്തെ താങ്കളോട് പറഞ്ഞ മാതിരി ദുഃഖഭരിതമായ ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ ഏകാന്തതയിൽ നമ്മൾ ഒറ്റപ്പെടുകയാണ്. നമ്മൾ അനാഥത്വം അനുഭവിക്കുകയാണ് ഒരു തരത്തിൽ. അത് സാഹിത്യത്തോട് മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമല്ല, ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഓരോ രചനയും ഭാഷയ്ക്കുപരി, സാഹിത്യത്തിനുപരി ജീവിതത്തിന്റെ പുതിയ അർത്ഥതലങ്ങൾ തേടിയവയാണ്. മലയാള ഭാഷയ്ക്ക് മാത്രമല്ല, മലയാള സാഹിത്യത്തിനും മലയാള സിനിമയ്ക്കും നവഭാവുകത്വം നൽകിയ എഴുത്തുകാരനും, ഒരു സർഗാത്മകമായി പുതിയ തലങ്ങൾ തേടിയ, പുതിയ മേഖലകൾ കൈയടക്കിയ വലിയ ഒരു എഴുത്തുകാരാണ്. സാധാരണ വാക്കുകളൊന്നും ഇവിടെ പ്രസക്തമല്ല. അദ്ദേഹത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് നമ്മളിനി കാലങ്ങളിലൂടെ സഞ്ചരിച്ച് വേണം അത് നമുക്കൊരു സിങ്കിങ്, ഇംഗ്ലീഷിൽ പറയില്ലേ, സിങ്കിങ് ആവാൻ. വാക്കുകൾ അപ്രസക്തമാകുന്ന നിമിഷം എന്ന് നമുക്ക് പറയാമല്ലേ? തീർച്ചയായും. കാരണം ഇവിടെ നമ്മൾ സാധാരണ ക്ലീഷേ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ട് പറയാവുന്ന ഒരു സന്ദർഭമേ അല്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ ഏകദേശം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇതൊരു ഈ സിറ്റുവേഷൻ ഒരു തരം ഒരു മോചനമാണെന്ന് പറയാം. കാരണം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായില്ല ഈ ഹോസ്പിറ്റലൈസേഷൻ ഒന്നും. അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കഴിയേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, പെട്ടെന്നൊരു യാത്ര, അതാണ് ഒരു മരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ. അതിൽ കുറച്ച് നീണ്ടെങ്കിൽ പോലും അധികം വൈകാതെ ഒരു ക്രിസ്മസ് രാത്രിയിൽ അദ്ദേഹം ഒരു മാലാഖയെ പോലെ ആകാശത്തിന്റെ അത്യുന്നതകളിലേക്ക് ഒരു നക്ഷത്രമായി, എന്നും നമ്മുടെ ആകാശത്തിലെ ഒരു നക്ഷത്രമായി അദ്ദേഹം ഉണ്ടാവും, ജ്വലിക്കുന്ന നക്ഷത്രമായി അദ്ദേഹം ഉണ്ടാവും. മലയാളിയുടെ മനസ്സിൽ, മലയാളത്തിലെ എഴുത്തുകാരുടെ മാത്രമല്ല, മലയാള അനുവാചകരുടെ എല്ലാവരുടെ മനസ്സിൽ അദ്ദേഹം അസ്തമിക്കാത്ത നക്ഷത്രമായി എന്നും ഉണ്ടാവും.